പക്ഷെ അതിന്റെ കോപ്പി എന്റെ കക്ഷി ഏൽപ്പിക്കാൻ എതിർകക്ഷി ഇതുവരെ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, നാളിതുവരെ ഒരു പൈസ പോലും മുടക്കമില്ലാതെ പ്രസ്തുത എഗ്രിമെന്റ് പ്രകാരമുള്ള വാടക മാസം തോറും എന്റെ കക്ഷി എതിർകക്ഷിക്ക് കൊടുത്തു വരുന്നതാണ്. കറണ്ട് ചാർജ്, വെള്ളക്കര എന്നിവ എന്റെ കക്ഷി കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായി തന്റെ മകന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമാണ് കൃത്യമായ വാടക എന്റെ കക്ഷി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് കോടതി സമക്ഷം സമർപ്പിച്ചിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. അത് ഇവരുടെ കഷ്ടകാല സമയത്ത് എന്റെ കക്ഷി സുധാമണിക്ക് നൽകിയ പലിശരഹിത വായ്പ ഗഡുക്കളായി തിരിച്ചടയ്ക്കുന്നതാണ്. അതിന് സുധാമണിയും മാർത്താണ്ഡൻ പിള്ളയുമായി ഉണ്ടാക്കിയ എഗ്രിമെന്റ് കോടതിക്ക് മുമ്പിലുണ്ട്. അങ്ങ് ദയവായി അത് പരിശോധിക്കണം. ഞാനിപ്പോ വരാം. അതെ, നിനക്ക് അവളോട് ഇത്തിരി ചായ കൂടുതലാണെന്ന് എനിക്കറിയാം. എങ്ങനെയാ പെണ്ണല്ലേ എനം? ഓഹോ, എത്ര വാരിക്കോരി കൊടുത്താലും എങ്ങനെയൊക്കെ കൈവെള്ളെ കൊണ്ടു നടന്നാലും അവസരം കിട്ടിയാൽ സ്വന്തം ഭർത്താവിന്റെ ആയാലും കാല് വാരി താഴെ അടിക്കും നീയൊക്കെ. മനുഷ്യ, അനാവശ്യം പറയരുത്. പിശാചിന്റെ കോട്ട പോലെ നിങ്ങൾ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഏടാകൂടങ്ങള് എന്തൊക്കെ അവിടെ നിന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇന്നുവരെ അതൊന്നും അന്വേഷിക്കാനും നിന്നിട്ടില്ല. നിങ്ങളെ പോലെ ഒരുത്തന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചതേ എന്റെ കുറ്റവാ. എന്റെ ഈശ്വര, ഇയാൾക്ക് ഇനിയെങ്കിലും ഇത്തിരി നേർബുദ്ധി കൊടുക്കണേ. അത് ശരി. അപ്പോ നിനക്ക് ഇത് പിശാചിന്റെ കോട്ടയാണല്ലേടി? അപ്പൊ ഞാനാരാടി? ചെകുത്താനോ? ഞാൻ ശരിക്കും ചെകുത്താനാകുന്നത് നിനക്ക് കാണോടി? കാണോടി? അച്ഛാ, ഇനി എന്റെ അമ്മയെ തൊട്ടുപോകരുത്. ഇതാര്? അമ്മ മഹാറാണിയോ? അയ്യോ, നെത്തോലി പോലെ ഇരുന്നിട്ട് തിമിംഗലത്തിന്റെ വർത്തമാനം പറയുന്നു. മിണ്ടരുത് നീ. അച്ഛൻ എന്തു പറഞ്ഞാലും അമ്മ ഇങ്ങനെ വെറുതെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭാര്യയെ തല്ലാനും അനുസരിപ്പിക്കാനും എനിക്ക് നിന്റെ അനുവാദം എന്തിനാടി? അടങ്ങി നിന്നില്ലെങ്കിൽ ചുരുട്ടിക്കൂട്ടി എടുത്ത് നിലത്തടിക്കും ഞാൻ. അമ്മ എന്ത് ചെയ്തിട്ടാ അച്ഛൻ ഇങ്ങനെ അമ്മയെ വെറുതെ തല്ലുന്നത്? അയ്യോടി, നിന്റെ അമ്മ ചെയ്ത പന്നത്തരം എന്താണെന്ന് അവളോട് ചോദിക്കടി. കീർത്തനമോളുടെ രൂപത്തിൽ വന്ന ദൈവം തന്നെ അത് കൊണ്ടുതരുകയും ചെയ്തു. എന്തായാലും ഇനി സുധേച്ചിക്ക് എങ്ങോട്ടും പോകേണ്ടി വരില്ലല്ലോ. അതെ അതെ, എന്തായാലും ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങാം. അങ്ങനെ പൂർണ്ണമായിട്ട് ഉറപ്പിക്കണ്ട. ഇപ്പൊ നമുക്ക് കിട്ടിയ ഒറിജിനൽ അഗ്രിമെന്റ് വെച്ച് മുൻസിഫ് കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണമെന്ന അൻസാരി വക്കീല് പറഞ്ഞത്. അതൊക്കെ പുള്ളി നോക്കിക്കോളാന്നും പറഞ്ഞു. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അയാളുടെ ശല്യം ഉണ്ടാവില്ല. സുധേച്ചി, ഇവനെ പഠിപ്പിച്ചൊരു വക്കീലാക്ക. കേസിന്റെ കാര്യങ്ങളൊക്കെ മണി പോലെയല്ലേ പറയുന്നത്. എന്നാലും
അയാളെ സൂക്ഷിക്കണം സുധാമണി. ഈ അപമാനം അയാൾ പൊറുക്കില്ല. ഇനിയും പല രൂപത്തിലും അയാൾ നിങ്ങളെ ഇവിടുന്ന് ഇറക്കാൻ നോക്കും. അതിനുവേണ്ടി അയാൾ എന്തടവും പ്രയോഗിക്കും. എന്റെ ഗണേശ, അയാളെ പോലുള്ള ദുഷ്ടന്മാര് എന്തൊക്കെ കാണിക്കാൻ ശ്രമിച്ചാലും നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ ദൈവം മറ്റൊരു വഴി കാണിച്ചു തരും. ദാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അയാൾ എന്നെ ചതിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ രക്തത്തെ പറന്ന കുട്ടീനെ കൊണ്ട് തന്നെ ദൈവം എന്നെ രക്ഷിച്ചു. ഇനി എന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരട്ടെ, അയാൾ കാണിച്ചു കൊടുക്കും. സത്യം പറഞ്ഞ ഈ വിജയം നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കുന്നതാ. ചമ്മി നാറിയ മോന്തയും കൊണ്ട് അയാള് നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. എന്റെ ജീവിതത്തെക്കുറിച്ചല്ലേ നിങ്ങളൊക്കെ ഈ സംസാരിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആ വീടും അവിടെയുള്ള മനുഷ്യരും എനിക്ക് കംഫർട്ടബിളാ. ഇത്രയും കാലം അവര് ജീവിച്ച ആ വീട് അവർക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷത്തോടൊപ്പം നിൽക്കാനാ എനിക്കിഷ്ടം. കോളനിയിലെ വീട് തിരിച്ചു കിട്ടിയെന്ന് വെച്ച് ഫ്ളാറ്റിനായിട്ടുള്ള അന്വേഷണം മതിയാക്കുമൊന്നും വേണ്ട. എന്തായാലും അങ്ങനെ ഒരു മാറ്റത്തിന് നീ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു. ഒരുപക്ഷെ നീ അവിടെ പോയി നിന്നിട്ട് നിനക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആ കോളനിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിനക്ക് ബാലുവായിട്ട് ഫ്ളാറ്റിലേക്ക് മാറി താമസിക്കാം. സോ അടിയന്തരമായിട്ട് ഒരു ഫ്ളാറ്റ് കണ്ടുപിടിച്ച് ഫൈനലൈസ് ചെയ്ത് വെക്കുക. നിങ്ങൾ അവിടെ താമസിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. റെന്റ് ഞാൻ പേ ചെയ്തോളാം. ഇതൊക്കെ മമ്മിയുടെ ഇമാജിനേഷൻസ് അല്ലേ? എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളതോ അല്ലാത്തതോ ആയ ഒരു കാര്യത്തിന് ഇന്നേ മുൻകരുതൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ മമ്മി? അതുമാത്രമല്ല, അങ്ങനെ ഒരു കാര്യം എനിക്ക് ബാലുവുമായി ആലോചിക്കാതെ ചെയ്യാനും പറ്റില്ല. നിന്നെക്കാളും ഒരുപാട് ജീവിതം കൂടുതൽ കണ്ടതാ ഞാൻ. അത്തരമൊരു സാഹചര്യം നീ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും അധികം താമസിയാതെ. മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, എന്താ? അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. ആ, എക്സാക്ട്ലി. ചൊറിയുമ്പോ അറിയല്ലോ, അപ്പൊ നോക്കാം. ചോക്ലേറ്റോ? എനിക്കിതൊന്നും വേണ്ട. അതെന്താ? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എഗ്രിമെന്റ് തപ്പിയെടുത്തത്. സമയത്ത് കോടതി കൊണ്ട് തന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോയ ആളല്ലേ നീ. കല്ലാ നിന്റെ മനസ്സില്, പക്ക സെൽഫിഷാ നീ. ഐ എം റിയലി സോറി ഡിയർ. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. കീഴി പോയി നിൽക്കുകയായിരുന്നു. സർവ്വതും കൈവിട്ടു പോയ ഒരു അവസ്ഥയിലായിരുന്നു. നീ വിളിച്ചപ്പോ കോടതി മുറിയുന്നു ഓടി പുറത്തേക്ക് വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ നീ അങ്ങനെ ഒരു പിടിവള്ളി എന്റെ കൈ കൊണ്ട് തന്നപ്പോ സത്യത്തിൽ ഞാൻ പരിസരം മറന്നുപോയി മോളെ. നീ ഇത് വാങ്ങണം, എന്നിട്ട് എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. എന്റെ പൊന്നല്ലേ. ഇത് തന്നെ എന്നെ ഒതുക്കൊന്നും വിചാരിക്കണ്ട. ഇത് വേറെ സാമ്പിളാ. വലിയ ട്രീറ്റ് പുറകെ വരും. മാധുമ്മയ്ക്ക് വിരുന്നുകാരുണ്ട് കേട്ടോ. മാധവിയുടെ യഥാർത്ഥ പേര് മാധവി രാമനാഥൻ എന്ന് ഇവര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇനിയിപ്പോ അമ്മയും മക്കളും സംസാരിക്കും. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അമ്മേ, അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്രയും കാലം ഞങ്ങൾ അമ്മയെ അന്വേഷിച്ചു വരാതിരുന്നത് മനഃപൂർവ്വമല്ല. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അമ്മ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അമ്മ എന്നെ ശപിക്കരുത്. ഒരമ്മയ്ക്കും
സ്വന്തം മക്കളെ ശപിക്കാൻ കഴിയില്ല. മാതാപിതാക്കളുടെ ജീവിതത്തിലെ വിരുന്നുകാരാണ് മക്കളെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. വിരുന്ന് വന്നവര് പോയാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ദൈവം മുകളിലേക്ക് അങ്ങ് വിളിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിച്ചല്ലേ പറ്റൂ. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിനൊക്കെ മാപ്പ് പറയാനും പ്രാശ്ചിത്തം ചെയ്യാനും വേണ്ടിയാ ഞങ്ങളിപ്പോ വന്നത്. ഞങ്ങള് കാരണം അമ്മയ്ക്കുണ്ടായ എല്ലാ മാനസിക വിഷമത്തിലും ഞാൻ മാപ്പ് ചോദിക്കുക. ഇനി അമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അമ്മ ഞങ്ങളോടൊപ്പം വരണം. അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ വന്നത്. ഇനിയുള്ള കാലം സന്തോഷത്തോടെ അമ്മ ഞങ്ങളുടെ കൂടെ ജീവിക്കണം. ഒറ്റയ്ക്ക് ജീവിച്ച് ജീവിച്ച് എനിക്കതൊരു ശീലമായി. എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ഒറ്റ വീട് കോളനിയിൽ ഇവിടുത്തെ ആളുകളും അവരുടെ സ്നേഹവുമാ എന്നെ ഇത്രയും കാലം താങ്ങി നിർത്തിയത്. അതൊന്നും ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് പറ്റില്ല. അത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. ഈ വീടിന്റെ ചുമരുകളോടും എന്റെ മുറിയിലെ ഇരുട്ടിനോടും പുറത്തുനിന്ന് വരുന്ന കാറ്റിനോടുമൊക്കെ വർത്തമാനം പറഞ്ഞ് എനിക്കതൊരു ശീലമായി. അമ്മ എന്നെ ഉപേക്ഷിക്കുവാണോ? ഉപേക്ഷിക്കപ്പെടുന്നവരുടെയും ഒറ്റപ്പെടുന്നവരുടെയും വേദന അവരോട് അടുത്ത് നിന്ന് കണ്ടാലേ മനസ്സിലാവൂ. അതനുഭവിക്കുന്നവരുടെ ഉള്ളിലെ സങ്കടങ്ങൾക്ക് ഇരുട്ട് പോലെ കറുപ്പ് നിറമാ മോനെ. മോൻ എപ്പോഴെങ്കിലും ഇരുട്ടിൽ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്? ഒന്ന് മിണ്ടാൻ, ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ രാവും പകലും ഒറ്റയ്ക്ക് ജീവിച്ച് മരിച്ചു പോയ മനുഷ്യരെ മോൻ കണ്ടിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ് കണ്ണീര് വീണ് മരവിച്ചു പോയ ആരുടെയെങ്കിലും മുഖം മോൻ കണ്ടിട്ടുണ്ടോ? ഈ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാ മതി. മരിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ മുഖം എങ്ങനെയിരിക്കുന്നു എന്ന് എന്റെ മോനെ കാണാം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മയെ കൊണ്ട് ഞാൻ തിരിച്ചു പോകും. നടക്കാത്ത കാര്യത്തിന് മുമ്പ് വാശി പിടിക്കരുത്. അമ്മ ഇവിടെ വിട്ട് ഒരിടത്തേക്കും വരില്ല എന്ന് കരുതി നിങ്ങളോട് എനിക്ക് വിരോധമോ വെറുപ്പോ ഒന്നുമില്ല. എന്റെ മക്കളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ചായ കുടിക്ക്. കുടിക്കും മാധവമ്മേ, ഞാനല്ലേ തരുന്നേ. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മയങ്ങരുതെന്ന് പണ്ടുള്ളവര് പറയുന്ന എത്ര ശരിയാ. വയസ്സാവുമ്പോ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാ മാധവമ്മേ. ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അച്ഛനമ്മമാര് പറയുന്നത് കേട്ട് മക്കൾ ജീവിക്കുന്ന കാലെല്ലാം അങ്ങ് പോയി. അവരെ ഓട്ടങ്ങളുടെയും അവരെ നേട്ടങ്ങളുടെയും ലോകത്ത് അച്ഛനമ്മമാരൊന്നും ഉണ്ടാവൂല. പണ്ടല്ലോ ഒരു വീട് നിറച്ചും കുട്ടികളും ബന്ധുക്കളും എല്ലാരും ഉണ്ടാവും. കുറച്ചാൾക്കാർ എങ്ങോട്ടെങ്കിലും പോയാലും മറ്റാരെങ്കിലും എല്ലാം അടുത്തുണ്ടാവും. അതുകൊണ്ട്
ആർക്കും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നങ്ങനെയല്ല. ഒരു വീട്ടിലാകെ 2-3 ആളെ ഉള്ളൂ. ഇപ്പത്തെ മക്കളാണെങ്കിലും വലിയ വലിയ സ്വപ്നങ്ങളുള്ളവരാ. എത്രയും പെട്ടെന്ന് ഈ നശിച്ച നാട് വിട്ടു പോയി നന്നാകാന്നാ അവര് ചിന്തിക്കുന്നത്. അതും തേടി പോവാതിരിക്കാൻ അവർക്ക് പറ്റൂ? പോയേ പറ്റൂ. അപ്പോ പഴയ തകരപ്പാട്ട പോലെ വീടിന്റെ ഏതെങ്കിലും മൂലയില് നമ്മൾ ഉപേക്ഷിക്കപ്പെടും. എനിക്കിപ്പോ പേടിയാ മാധുമ്മേ. എന്റെ മക്കളിന്ന് ഞാനും ഒരുപാട് എന്തെല്ലോ പ്രതീക്ഷിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. നാളെ എന്നോട് അവരെങ്ങനെയെല്ലാം പെരുമാറിയ എന്റെ അവസ്ഥ ഇതിനെക്കാട്ടി കഷ്ടായിരിക്കും. ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും. എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല. അവർക്കൊക്കെ ഞാൻ എന്നേ മാപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനിയുള്ള കാലം എനിക്ക് ഇവിടെ കഴിഞ്ഞാ മതി. ഇവിടെ ഈ ഒറ്റവീട് കോളനിയിൽ നിങ്ങളുടെയൊക്കെ കൂടെ ഇനിയുള്ള കുറച്ചു കാലം കൂടി ജീവിച്ചിട്ട് മരിച്ചാ മതി. മോളെ സുധമണി, എന്താ മാധുമ്മേ? ഞാൻ മരിക്കാൻ കിടക്കുമ്പോ അവസാനത്തെ ഒരിറ്റു വെള്ളം നിന്റെ കൈ കൊണ്ട് തന്നാ മതി എനിക്ക്. അല്ലെങ്കിൽ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. ഹലോ, ഗുഡ് മോർണിംഗ് മീനാക്ഷി. നീ ഇതുവരെ ഉണർന്നില്ലേ? രാവിലെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങാൻ നല്ല സുഖാണല്ലേ? നീ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല മീനാക്ഷി. ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നീ പഠിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ കൊണ്ട് അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുപ്പിക്കല്ലേ മുത്തേ. സൂരജ് പ്ലീസ്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. ഞാനൊരു പാവാ, എന്നെ വിട്ടേക്ക്. ഞാൻ അതിനേക്കാൾ പാവാ മീനാക്ഷി. പക്ഷേ ഞാൻ പറയുന്ന പോലെ നീ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് രാവിലെ അസംബ്ലി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് നീ എന്നെ കാണണം, കണ്ടിരിക്കണം. ഗ്രൗണ്ടിന്റെ വടക്കേ അറ്റത്തുള്ള ഒറ്റമര ചുവട്ടിൽ ഞാൻ കാത്തിരിക്കും. മാപ്പ് പറയേണ്ടത് എവിടെ വെച്ചാ? ഈ പെണ്ണിന്റെ ഒരുങ്ങൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? ഓ, ഇതാരായി പറയുന്നേ? നീ പോടാ. നീ എന്താ യൂണിഫോമില്? നീ ഷോപ്പിങ്ങിന് വരുന്നില്ലേ? ഇല്ലേട്ടാ, ഇന്ന് എന്തായാലും ക്ലാസ്സിൽ പോയേ പറ്റൂ. നീ എന്തിനാ മീനു വെറുതെ വാശി പിടിക്കുന്നേ? ആ ക്ലാസ് തന്നെയല്ലേ ഞാനും പഠിക്കുന്നത്. ഇന്നൊരു ദിവസം പോയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നീ പരീക്ഷയില് തോറ്റു പോവാനൊന്നും പോന്നില്ല. അമ്മ പോകുന്നുണ്ടേ പൊക്കോ, എന്നെ നിർബന്ധിക്കണ്ട. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ മീനാക്ഷി. നീ വാ മീനു, നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ ഒരു സിനിമ കണ്ടിട്ട് വരാം. ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ, എനിക്ക് ക്ലാസ്സിൽ പോണം. ഇതൊന്നും നോക്കിയേ, കുട്ടി മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ഡിസൈനാ. വില കുറച്ച് കൂടുതലാ, പക്ഷെ ഈ സാരി മറ്റൊരിടത്തും കിട്ടില്ല. ഇത് കൊള്ളാം മോളെ, മോൾക്കിത് നന്നായി ചേരും. അമ്മ അമ്മ എന്തൊന്നും പറയാതെ, ഈ സാരി എങ്ങനെയുണ്ട്? സാരത് വാങ്ങണം. നിന്റെ മോളുടെ വിദ്യാഭ്യാസ ചെലവിന് വേറെ വഴിയില്ലാണ്ടായി പോയി. ഞാൻ ഉറപ്പായിട്ടും വാങ്ങും. ഇതെങ്ങനെയുണ്ട് ബാലു? ബാലുവിന് ഇഷ്ടപ്പെട്ടോ? ഇത് കൊള്ളാം. ഈ കളർ കോമ്പോ തനിക്ക് നന്നായിട്ട് ചേരും. എനിക്കിഷ്ടപ്പെട്ടു. ആന്റി ഓക്കെ ആണോ? മോളുടെ ഇഷ്ടമല്ലേ പ്രധാനം. ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഓക്കെയാണ്. സുധാമണി എന്ത് പറയുന്നു? ഇഷ്ടപ്പെട്ടോ ഈ സാരി? എത്ര ഇതിന്റെ വില?
ഇതിന് വില കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മാഡം. 1,95,000 രൂപയാണ്. ഞാനൊരു അല്ലേ പോട്ടെ 1.25 ലക്ഷം രൂപ തരാം. ആ വിലയ്ക്ക് നിങ്ങൾ ഇത് തരാൻ തയ്യാറാണോ? സാറ് പറഞ്ഞ അത്രയും പൈസ എനിക്ക് വേണ്ട. 75,000 ഉറുപ്പ്യ മതി. എന്റെ മോളുടെ പഠിത്ത ചെലവിന് തൽക്കാലം അത്രയേ വേണ്ടൂ. ഈ സാരി വേറെ ഒരിടത്തും കിട്ടില്ല. സ്വർണ്ണ നൂലുകൾ മിക്സ് ചെയ്തിട്ടാ ഈ സാരി നെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ ഇതിന് ഇത്ര വില കൂടിയതും. എന്തു പറയുന്നു മോളെ? മോൾക്ക് സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തന്നെ സെലക്ട് ചെയ്തു. സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും വില വളരെ കൂടുതലാണ്. വില കുറച്ച് കൂടിയാൽ എന്താ മാഡം? ഈ മോഡൽ കല്യാണ സാരി വേറെ ഒരു ഷോപ്പിലും നിങ്ങൾക്ക് കിട്ടില്ല. അതുമാത്രമല്ല, വ്രതശുദ്ധിയോടെ സ്വർണം ചേർത്ത് നെയ്തെടുക്കുന്ന ഈ പട്ടുസാരിയിൽ ലക്ഷ്മിയും സരസ്വതിയും കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം. എന്തു പറയുന്നു ബാലു? വില അല്പം കൂടിയാലെന്താ? ഇത് വളരെ പ്രഷ്യസ് ആയ പട്ടാ. ഇവര് പറഞ്ഞത് കേട്ടില്ലേ? യാമിനി, കിട്ടുന്ന അവസരം മറ്റുള്ളവരെ കുത്തി നോവിക്കാനായി താൻ ഉപയോഗിക്കരുത്. സാരി എടുക്കേണ്ടത് കല്യാണ പയ്യന്റെയും വീട്ടുകാരുടെയും ചുമതലയാണ്. അവരുടെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ സെലക്ഷൻ നോക്കാം. നമസ്കാരം സാർ. നമസ്കാരം. സാരി നോക്കിയോ? നോക്കി. എന്തായി? സാരി ഇഷ്ടപ്പെട്ടില്ലേ? സാരി ഇഷ്ടപ്പെട്ടു സാർ, പക്ഷെ വില. അല്ല, മാഡത്തിന് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഓഹോ, ഇവളെ ഈ കടക്കാരനും പരിചയമുണ്ടോ? പണ്ട് ഇവിടെ എങ്ങാനും ജോലി തണ്ടി വല്ലതും വന്നു കാണും. സുധാമണി എന്നല്ലേ നിങ്ങളുടെ പേര്? അതെ. ഇത്രയും നാളായിട്ടും നിങ്ങളുടെ പേര് പോലും ഞാൻ മറക്കാതിരുന്നത് ഈ സാരി കാരണോ? ഈശ്വരന്റെ നിയോഗം എന്നൊന്നുണ്ട്. അതുകൊണ്ടാ ഈ കുട്ടിക്ക് ഈ സാരി തന്നെ ഇഷ്ടപ്പെട്ടത്. ഇത് സ്വർണലക്ഷ്മി പട്ട. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ചേർന്ന ചേലയെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അങ്ങനെയുള്ള ഈ പട്ടുസാരി ആരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും അവരുടെ കയ്യിൽ തന്നെ അത് തിരിച്ചു ചെന്ന് ചേരണമെന്നുള്ളത് ഈശ്വര നിയോഗം തന്നെയാണ്. നഷ്ടപ്പെട്ടവരുടെ കയ്യിൽ തിരിച്ചു ചെന്ന് ചേരുകയും അതിന് ആരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു? നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ലാഭം മാത്രമല്ലല്ലോ സാർ ഒരു ബിസിനസിന്റെ അടിസ്ഥാനം. അതിലൊരു നേരുകൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഈ വിലപിടിപ്പുള്ള സാരി എനിക്ക് തന്നത് ഈ സുധാമണി തന്നെയാണ്. പക്ഷേ അത് ഈ ഷോപ്പിൽ വെച്ചല്ല, എന്റെ പഴയ കടയിലാ സുധാമണി ഇതുമായിട്ട് വന്നത്. സുധാമണി, ഈ കേൾക്കുന്നൊക്കെ സത്യമാണോ? അതിന് ഇത്രയും വിലപിടിപ്പുള്ള സാരി സുധാമണിക്ക് എവിടുന്നാ? അവരത് പറയില്ല മാഡം. അതാണ് അവരുടെ മഹത്വം. അന്ന് ഇവര് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവരുടെ അച്ഛൻ ഒരിക്കൽ ഇവർക്ക് സമ്മാനിച്ച പട്ടുസാരി അത്. വളരെ വളരെ വിലപ്പെട്ടത്. സ്വന്തം മകളുടെ ഫീസ് അടയ്ക്കാൻ കയ്യിൽ പണമില്ലാതെ വന്നപ്പോ വേറെ മാർഗമില്ലാതെ എന്റെ കടയിൽ കൊണ്ടുവന്ന് വിറ്റതാ. ജീന, നിന്നോട് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. എന്താ അമീർ? ആക്ച്വലി എന്താ മീനാക്ഷിയുടെ പ്രശ്നം? അവള് ഞങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. എപ്പോ നോക്കിയാലും വല്ലാത്ത ടെൻഷനില്ല. ചോദിച്ചാലൊന്നും തുറന്ന് പറയത്തുമില്ല. എന്തായാലും അവളുടെ പോക്ക് അപകടത്തിലേക്കാണെന്ന് ഉറപ്പാ. അതുകൊണ്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ നീയെങ്കിലും ഒന്ന് തുറന്നു പറയേ. വൈകിയാൽ ചിലപ്പോ അവളെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരും.
എല്ലാവരും നോക്കി നിൽക്കേ നീ എന്നോട് മാപ്പ് പറയും. ബിയർ ബോട്ടിലും കയ്യിൽ പിടിച്ച് കറങ്ങുന്ന വീഡിയോയും ഫോട്ടോയും എല്ലാ ഗ്രൂപ്പിലും നിറയും. ഇതാ ഉണ്ടായത്. അവൾ എങ്ങോട്ടാ പോയത്? ഇത് നോക്കിയ സാറേ. എന്താ സാറേ? അവര് മീനാക്ഷി പോയ സ്ഥലത്ത് എത്തിയെന്നാ തോന്നുന്നേ. ലൊക്കേഷൻ അയച്ചേക്കുവാ. നോക്ക്. എവിടെയുടെ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെയാ ചേട്ടാ. അടുത്ത റൈറ്റ്. ഈ പെണ്ണിത് എന്ത് ഭാവിച്ചിട്ടാ ഈശ്വര? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? ഓക്ക് കുറച്ചു ദിവസമായിട്ട് എന്തോ കാര്യ പ്രശ്നമുണ്ട്. ഓളാകെ ടെൻഷനിലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ. ഓളെന്തോ ആപത്ത് ചെന്ന് പെട്ടിരിക്കുക. എന്റെ കുട്ടിക്ക് ഒന്നും വരുത്തല്ലേ മുത്തപ്പ. അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ആദ്യ കൂട്ടല്ലേ. അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ എന്തായാലും ഇപ്പോ അവിടെ എത്തുമല്ലോ. അമ്മ ധൈര്യമായിട്ടിരിക്കും. ഞങ്ങളില്ലേ കൂടെ? ആ ചേട്ടാ, അടുത്ത ലെഫ്റ്റ്. സൂരജ്, ഞാൻ നീ പറഞ്ഞ വീടിന് മുന്നിലെത്തി. നിന്നോട് മാപ്പ് പറയാൻ ഞാൻ വന്നിരിക്കുക. നീ പുറത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ മാപ്പ് പറയാം. ഇത് ആരുടെ വീടാ അമീറെ? ആ എനിക്കറിയില്ല. അപ്പോ മീനാക്ഷി അകത്തേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അവൾ അകത്തേക്ക് പോയാ നീ അവളെ പിന്തുടരണം. സുധാമണി ആന്റിയെ കാത്ത് ഞാൻ ഇവിടെ നിക്കാം. ഞഞ്ഞായി. എനിക്കൊന്നും മേല. എനിക്ക് പേടിയാ. എന്നാ ഞാൻ പൊക്കോളാം. നീ സുധാമണി ആന്റിയെ കാത്ത് ഇവിടെ നിന്നാ മതി. എന്തായാലും അവരിപ്പോ എത്തുമല്ലോ, എന്നിട്ട് തീരുമാനിക്കും. എടാ സൂരജ്, ഇത് അവന്റെ വീടായിരുന്നോ? എന്താ വേണ്ടേ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോയേക്കാം. ദേ പെണ്ണെ, നീ എന്നെയല്ല, ഞാൻ നിന്നെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ദേ എന്നെ പെണ്ണേന്ന് വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്തോ ചെയ്യും? പോയിന്റ് ബ്ലാങ്കിലാ നിക്കുന്നേന്ന് അറിഞ്ഞിട്ടും പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? എത്താനായിട്ടില്ല. ഇപ്പൊ എത്തും. 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ചേട്ടാ ഒന്ന് വേഗം പോ. കണ്ടോ, ഈ ഒരൊറ്റ വീഡിയോ മതി നിന്റെ ഇമേജ് മൊത്തവും തകർക്കാൻ. സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ പോസ്റ്റ്, പിന്നെ എന്റെ കൂട്ടുകാരെ അതിലോട്ടൊന്ന് ടാഗ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഒറ്റ ദിവസം കൊണ്ട് ഇതങ്ങ് വൈറലായിക്കോളും. അതോടെ നിന്റെ കാര്യം സ്വാഹ. ഇനി നീ തീരുമാനിക്ക്, എന്നെ ശത്രുവാക്കണോ അതോ മിത്രമാക്കണോ? എന്തൊരു മണ്ടനാ നീ. ഇതുപോലൊരു ഫോട്ടോയും വെച്ച് എന്നെ നാണം കെടുത്താന്ന് വിചാരിക്കുന്ന നീ ഒരു മണ്ടനാ. സോഷ്യൽ മീഡിയയിലല്ല, നീ ഇത് എവിടെ പോസ്റ്റ് ചെയ്താലും അതെന്നെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അമിത വിശ്വാസം ആപത്താ മോളെ. നീ ഒരു പെൺകുട്ടിയാ. ഇത് ബാംഗ്ലൂരും മുംബൈയും ഡൽഹിയും ഒന്നും അല്ല, നമ്മുടെ കൊച്ചു കേരള. ഇവിടെ ഒരു പെണ്ണിന്റെ മാനം പോവാനേ ഇതൊക്കെ തന്നെ ധാരാളം. പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന് വീട്ടുകാരറിയാതെ ബിയർ കുടിക്കുന്ന പെൺകുട്ടി, അതും സ്കൂൾ യൂണിഫോമിൽ. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ചെറിയ ക്യാപ്ഷൻ മതി. നിന്റെ അമ്മയെ പോലെ പാവം സ്ത്രീ ഇത് കണ്ടാൽ അവർക്കത് താങ്ങാൻ പറ്റത്തില്ല. നിന്റെ ആങ്ങളമാരെ നിന്നെ തല്ലിക്കൊല്ലും. ഈ സ്കൂളിന്റെ ഗ്രൂപ്പിലെല്ലാം ടീച്ചർമാർക്കിടയിൽ ഞാൻ ഇതങ്ങ് പരസ്യമാക്കും.
സ്കൂളിൽ നിന്റെ മാനം പോയാ പിന്നെ നിന്നെ അവിടെ പഠിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞില്ലേ എനിക്കെതിരെ പരാതി കൊടുക്കുന്നു. ഇതിനെ പ്രത്യേകിച്ച് ആരും പരാതിയൊന്നും കൊടുക്കണ്ട. വിത്തിൻ നോ ടൈം നിന്നെ ആ പള്ളിക്കൂടത്തിൽ നിന്ന് ടീസി തന്ന് പറഞ്ഞുവിടും. കൂട്ടത്തിൽ നിന്ന് നിന്റെ അമ്മയും പറഞ്ഞുവിടും. അതോടെ തീരും നിന്റെ പഠിത്തം. ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ മോളെ. അങ്ങനെ നീ പറയുന്നത് മാത്രം എല്ലാരും അങ്ങനെ വിശ്വസിക്കണമെന്നില്ലല്ലോ. സത്യം എന്താണെന്ന് എല്ലാരും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റും. സത്യം ആർക്ക് വേണോ അത്? ഇങ്ങനെയുള്ള കള്ളക്കഥകളാടി എല്ലാവർക്കും വേണ്ടത്. പ്രത്യേകിച്ച് നിന്നെ പോലൊരു കിളിന്ത് പെണ്ണിനെ കുറിച്ചാവുമ്പോ ഷെയറും ലൈക്കും ഒക്കെ റോക്കറ്റ് പോലെ കുതിക്കും. കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതികളെല്ലാം ആവാം, പക്ഷെ ഇത്രയ്ക്ക് പാടില്ല. എന്റെ മോള് എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തത്? എന്റെ ചെവിട്ടത്തൊന്നും തരാൻ എനിക്ക് പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ ആവശ്യത്തിനുള്ളത് എന്റെ മക്കൾ വന്ന് തന്നു. ഈ ഫോണിനകത്തുള്ള വീഡിയോ കാണിച്ചല്ലേ എന്റെ പെങ്ങളെ നീ പേടിപ്പിച്ചത്. ഇതിനകത്തുള്ള ഡിലീറ്റ് ചെയ്യണം. ചെയ്യാൻ ഇനി ഈ ഫോൺ നിനക്ക് വേണ്ട. ഇനി മേലിൽ എന്റെ നിഴല് പോലും എന്റെ മോളുടെ മേൽ വീഴരുത്. ഇനി ഇതിന്റെ പേരിൽ നാളെ ഇവിടെ പകരം ചോദിക്കാൻ എങ്ങനെ നീ ഇറങ്ങി പുറപ്പെട്ടാ ഇപ്പൊ ഇവിടെ വെച്ച് കിട്ടിയത് നാളെ നിന്റെ വീട്ടിന്റെ അകത്ത് വെച്ച് കിട്ടും. കേട്ടോടാ? നിന്നെ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച ആ അമ്മ പോലും ഇതറിഞ്ഞാൽ നിന്നെ ശപിക്കും. കളഞ്ഞിട്ട് വാ മക്കളെ, നമുക്ക് പോവാം. നിങ്ങൾ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയത് മുതൽ അപ്പോ എനിക്ക് സമാധാനം തന്നിട്ടില്ല. ഇത്രയ്ക്കും ഗൗരവമുള്ള കാര്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സുധാമണി ഒറ്റയ്ക്ക് പോകാൻ വിടില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്, എന്റെ ബാലുവിന്റെ സാഗറിന്റെ ഒപ്പല്ലേ. അവരുള്ളപ്പോ എന്ത് പേടിക്കാനാ? വലിയൊരു ആപത്തിന്റെ വക്കിൽ നിന്നാ മീനാക്ഷി രക്ഷപ്പെട്ടത്. അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു വേണ്ടത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവന് കിട്ടേണ്ടത് കിട്ടി. പഠിക്കേണ്ട പാഠം അവൻ പഠിച്ചു. ആ പിന്നൊരു കാര്യം, എന്റെ അമ്മ ശ്രീമതി സരോജിനി മേനോൻ ചെറുമോളുടെ കല്യാണം പ്രമാണിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരിക. പറഞ്ഞ പോലെ കല്യാണം ഇങ്ങടുത്തല്ലോ. ആ അച്ഛമ്മ ഒരു പ്രത്യേക ടൈപ്പാ. സുധാന്റെ പോലെ ആളും സെൽഫ് മെയ്ഡാ. പിന്നെ പ്രായത്തിൻ്റെതായ കുറെ നിർബന്ധ ബുദ്ധികളുണ്ട്. പ്രായമായ ആൾക്കാരല്ലേ, അല്ല ഉണ്ടാവും. ആ പ്രായത്തിലെല്ലാം എത്തിയ നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് ഊഹിക്കാൻ പോലും പറ്റൂല. കല്യാണം എടുക്കുന്നതോറും വല്ലാത്ത ടെൻഷനാ. ടെൻഷന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയല്ലോ. പർച്ചേസിംഗ് കഴിഞ്ഞു, ക്ഷണിക്കേണ്ടവരൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു. ഇനി അങ്ങ് താലികെട്ട് നടത്തിയ പോലെ. സാറിന് അങ്ങനെ എളുപ്പത്തിൽ പറയാം. ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത് സംസാരിക്കണ്ടെന്ന് വെച്ചാ കുട്ടികളെല്ലാം പോയ ശേഷം നിങ്ങളോട് ക്ലാസ് ഇടിക്കാൻ പറഞ്ഞത്. ദേ രണ്ടുപേരുടെയും പരീക്ഷ പേപ്പർ. Are you happy, Meenakshi? No, ma'am. What's happening to you? കഴിഞ്ഞ വർഷത്തെക്കാൾ മോശമാണ് ഇപ്പോ മീനാക്ഷിയുടെ നിലവാരം. ഈ വർഷം ട്യൂഷൻ ഉണ്ട്. പോരാത്തതിന് 80% മാർക്കിന് വേണ്ടി അമ്മയുമായിട്ട് പോരാട്ടം നടത്തുന്നുണ്ട്. എന്നിട്ടും പരീക്ഷ പേപ്പറിലൊന്നും കാണാനില്ലല്ലോ. ആൻസേഴ്സ് അറ്റൻഡ് ചെയ്ത് തെറ്റിപ്പോകുന്നത് മനസ്സിലാക്കാം, പക്ഷെ പല ക്വസ്റ്റ്യൻസും അറ്റൻഡ് പോലും ചെയ്തിട്ടില്ല. സുധാമണിക്ക് എന്താ മീനാക്ഷിയുടെ മാർക്കിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാ ടീച്ചറെ? ഇതിന്റെ കാരണക്കാര് തന്നെയാണല്ലോ ഇതിന് സമാധാനം പറയേണ്ടത്. ഞാനോ? ഞാൻ എങ്ങനെയാ അവൾക്ക് മാർക്ക് കുറഞ്ഞതിന് കാരണക്കാരിയാവുന്നേ? മീനാക്ഷി ഒരു ബ്രില്യൻ സ്റ്റുഡന്റ് ആണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ വളരെ മോശമാണ് ഈ വർഷത്തെ അവളുടെ പ്രകടനം. അതിന് കാരണമായിട്ട് ഞങ്ങൾ കാണുന്നത് സുധാമണി ഈ സ്കൂളിലേക്ക് പഠിക്കാൻ വന്നതുകൊണ്ട് ഈ കുട്ടി അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളാ.
അതിന് അമ്മയെ കുറ്റപ്പെടുത്തണ്ട മാം. തെറ്റ് എന്റേതാണ്. എന്നെ ബാധിച്ചിരിക്കുന്നതെല്ലാം മറ്റു ചില പ്രശ്നങ്ങളാ മാം. അതിനെക്കുറിച്ച് അമ്മയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് വേറെ എന്ത് മലമറിക്കുന്ന പ്രശ്നമുള്ളത്? ഇപ്പൊ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അതങ്ങ് ചെയ്താ പോരെ. എന്തിനാ മറ്റു ഭാരിച്ച കാര്യങ്ങളിൽ പോയി തലവെക്കുന്നത്? ഇനി മറ്റു വല്ല ചുറ്റിക്കളിയാണെങ്കിൽ അത് അമ്മയോട് ഞങ്ങളോട് തുറന്നു പറയേ. അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാ ടീച്ചറെ. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അമ്മയ്ക്ക് സ്വന്തം കാര്യം നോക്കാനോ സമയമില്ല. പിന്നെങ്ങനെ ഇവളുടെ കാര്യം കൂടെ നോക്കുന്നത്?